ഹായ് ഓൾ, ഓണമൊക്കെ അല്ലേ? ഓണം സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം. അതിന് കുറച്ച് കായൊക്കെ വാങ്ങി കടയിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വീട്ടിലെ മൊന്തം കായൊന്നും അല്ല കേട്ടോ, ഏത്തക്കായ. അപ്പോൾ എന്തായാലും എടുത്ത് വെച്ച് നമ്മൾ പൊളിക്കാൻ തുടങ്ങി. പൊളിക്കാൻ ഒരു പ്രത്യേക തരം മെത്തേഡാണ് കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ കീറി തന്നെ അരിയണം. കാര്യം അതിൻ്റെ കറക്റ്റ് ഫ്ലഷ് കിട്ടണം നമുക്ക്. അതിനകത്ത് ആ തൊലിയുടെ അംശം ഒന്നും പാടില്ല. അത് ഞാൻ നിങ്ങളിങ്ങനെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ തന്നെ എല്ലാ കായും അരിഞ്ഞെടുക്കണം. പിന്നെ നമ്മുടെ സുന്ദരമായ കരങ്ങളെല്ലാം നല്ല രീതിയിൽ കറയാവും കേട്ടോ. അത് വലിയ പാടൊന്നുമില്ല കളയാൻ വേണ്ടിയിട്ട്. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഹാൻഡ് വാഷൊക്കെ ഇട്ട് കഴുകുമ്പോഴത്തേക്ക് അതങ്ങ് പോകും കേട്ടോ. ഇങ്ങനെ നല്ല രീതിയിൽ നല്ല മിനുസപ്പെടുത്തി നമ്മളിതിനെ എടുക്കണം. പിന്നെ നമ്മൾ അരി കഴുകിയ വെള്ളമാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ അരിഞ്ഞതിനെല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകുക എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ ഈ കാണിക്കുന്ന കണക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചാൽ മതി. കാര്യം അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ അതിൻ്റെ ആ പൊട്ടും തൊങ്ങലൊക്കെ കാണാം. അത് മാക്സിമം പറ്റുന്ന കണക്ക് പോകട്ടെ, അല്ലാണ്ട് അത് പോയേ പറ്റൂ. അതിനിട്ട് മുട്ടയാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും അതിനകത്ത് കുറച്ചൊക്കെ ആ കട്ടി ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാം. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന കണക്ക് കുട്ടപ്പനാക്കി എടുക്കുക. പിന്നെ ഇതാണ് അരിക്കുന്ന ഒരു ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. കാര്യം വെള്ളമെല്ലാം പോയി ഊറി വരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മേളിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഒരു 5-10 മിനിറ്റ് വേണമെങ്കിൽ വയ്ക്കാം. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് സൗകര്യപ്രദം. എന്തായാലും എണ്ണയൊക്കെ വെച്ച് എണ്ണ ചൂടായി പടപടാ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടൊന്നും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ തിളച്ച് വരുന്ന എണ്ണയിൽ ഇതണക്കത്തെ ഒരു സാധനം എടുത്ത് വെച്ചിട്ട്, നമ്മൾ ഗ്രേറ്റർ എന്ന് പറയും, എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല നൈസ് ചിപ്സ് കിട്ടും കേട്ടോ. ഇങ്ങനെ കറക്റ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉപ്പ് മഞ്ഞപ്പൊടി ഒന്നും വേണ്ട, ഇടണ്ട. ഉപ്പൊക്കെ നമുക്ക് പിന്നെ ഇടാം. കണ്ടോ, കട്ടി കണ്ടോ ചിപ്സിൻ്റെ? നല്ല നാടൻ ചിപ്സാണ്, നല്ല ടേസ്റ്റാണ്, നല്ല യമ്മി ആണ്. എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതല്ലേ എത്രയാണെങ്കിലും. നമുക്കറിയാമല്ലോ, പഴയ എണ്ണയില ഒന്നുമല്ല, നമ്മളെ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയിലാണ് ഞങ്ങൾ ഈ ഉണ്ടാക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ കാണാൻ ഇഷ്ടമല്ലാത്ത അവർക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ കട്ടി കാണിക്കണം, ഞാൻ നിങ്ങളിങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് നൈസാണ് കേട്ടോ. കടിച്ച് ഒന്ന് നല്ല നൈസ് ആൻഡ് സോഫ്റ്റാണ്. നമ്മൾ ഈ പ്രിങ്കിൾസിൻ്റെയൊക്കെ ഒരു കട്ടിയുണ്ടല്ലോ, അത്ര പോലും ഇല്ല ആ ചിപ്സിൻ്റെ കട്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് തിളച്ച് ഒരുവിധം പരുകമായി കോരാറാകുമ്പോൾ മാത്രം നമ്മളിത് കുറച്ച് ഉപ്പുവെള്ളം ഇങ്ങനെ ഒഴിക്കണം. ഉപ്പുള്ളവർക്ക് ഉപ്പിടാം, കുറച്ചൊഴിക്കാവൂ. കാര്യം നമ്മളിപ്പോൾ അതൊരു 2 കായേ ഇട്ടിട്ടുള്ളൂ. അപ്പം എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിത് ഈ പപ്പട കുത്തിയിട്ടാണ് ചെയ്യുന്നത്, ഒട്ടി പിടിക്കാതിരിക്കും. വല്ലതൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പപ്പട കുത്തിയിട്ട് ഇളക്കുന്നത്. ലാസ്റ്റ് മറ്റേ കണ്ണാപ്പ് വെച്ചാണ് കോരുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. അങ്ങനെ നല്ല നല്ല ടേസ്റ്റി യമ്മി നല്ല നൈസ് തിന്നായിട്ടുള്ള ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നാടൻ ചിപ്സ്. ഓണത്തിനപ്പോൾ സദ്യ വിഭവത്തിൽ നമുക്ക് ശർക്കര വരട്ടിയായി ഫസ്റ്റ് സീരീസിൽ, സെക്കൻഡ് സീരീസിൽ നമുക്കിത് ചിപ്സായി. എന്തായാലും അടിപൊളി ചിപ്സായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയുക. ടാറ്റാ.